ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് ഇവിടെ കുറച്ച് മഴ കുറവുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? ഉച്ച കഴിഞ്ഞ് ഒരുവിധം നല്ല തെളിച്ചം തന്നെയുണ്ട്. മഴയൊന്ന് ഒതുങ്ങട്ടെ, ശമിക്കട്ടെ. എത്ര ദിവസമായി മഴയും മഴക്കെടുതികളും ദുരന്ത വാർത്തകളും ഒക്കെ കേട്ട് നമ്മളങ്ങനെ നടുക്കത്തിലാണല്ലേ? എന്താണ് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക, ആർക്കാണ് സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചുള്ള ഉത്കണ്ഠകളും വേവലാതികളും ഒക്കെ മാറ്റിവെച്ച് അല്പം ഒരാശ്വാസം പ്രകൃതിയിൽ കാണുന്നുണ്ട്. മഴക്കാല രോഗങ്ങൾ പലതുണ്ട്. ഈ മഴക്കാല രോഗങ്ങളിൽ നമ്മുടെ സ്കിന്നിനെ ബാധിക്കാവുന്ന ഒന്നാണ് നമ്മുടെ കാൽപാദത്തിൻ്റെ അടിയിലുണ്ടാകുന്ന തൊലി പോകുന്ന ഒരവസ്ഥ, അല്ലേ? സ്കിന്ന് പോകുന്ന ഒരവസ്ഥ. അത് കൂടുതലും കാലിൻ്റെ അടിയിൽ വെള്ളം പറ്റിയിരുന്നിട്ടേ ചെരുപ്പിൻ്റെ ഉള്ളിൽ കാല് തുടയ്ക്കാതെ ഉണക്കാതെ നനഞ്ഞിരുന്നിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. വളങ്കടി എന്നതിനെ പറയും. ഓരോ നാടുകളിൽ ഓരോന്നായിരിക്കും പറയുക. ഞങ്ങളൊക്കെ പറയുന്നത് വളം കടിക്കുക എന്നാണ്. വെള്ളം തിന്നുക എന്ന് പറയുന്ന നാടുമുണ്ട്. ഇങ്ങനെ ചിതലരിച്ച പോലെ ഇരിക്കും കാലിൻ്റെ അടിയിൽ. ചിലർക്കാണെങ്കിൽ അത് ആ അവസ്ഥ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇറച്ചി തിരിഞ്ഞിരിക്കും കാലിൻ്റെ അടിയിൽ. വിരലിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അസഹനീയമായ ചൊറിച്ചിലായിരിക്കും. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഒരു പ്രതിവിധി. എന്താണെന്നല്ലേ? ഹണി വാക്സ് ക്രീം. ഇതൊരു ബോട്ടിലങ്ങ് വാങ്ങുക. വൈകുന്നേരങ്ങളിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാലിൻ്റെ അടി, ഉള്ളം കാലും വിരലിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് തുടച്ച് ഉണക്കിയതിനു ശേഷം ഈ ഹണി വാക്സ് ക്രീം, നല്ല സ്മെല്ലാണ്. ഇതെടുക്കുക, അല്പം ഇങ്ങനെ വിരലിൽ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചത് എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇത് ഉപയോഗിക്കാത്തതാണ്, ഇത് സെയിലിന് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇതിങ്ങോട്ട് അല്പം വിരലിലെടുക്കുക. ചൊറിച്ചിലൊക്കെ ഉള്ളവിടുത്ത് പുരട്ടി കൊടുക്കുക. 2 ദിവസം കൊണ്ട് നമ്മുടെ അസ്വസ്ഥത മാറും, ചൊറിച്ചിൽ മാറും, ആ അവസ്ഥയൊക്കെ കുറഞ്ഞു വരും. ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് കംപ്ലീറ്റ് അങ്ങ് മാറിക്കിട്ടും. ഇത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇത് യാതൊരു കെമിക്കലും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ചെറിയ വിലയിൽ ലഭിക്കുന്നതാണ്. ഈ വളം കടിക്കുന്നതിന് മാത്രമല്ല, സോക്സും ഷൂസും ഒക്കെ ഇട്ട് ഓഫീസിൽ പോയിരിക്കുന്നവർക്കും, പിന്നെ ചില കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഡ്രസ് കോഡിൻ്റെ ഭാഗമായിട്ട് സോക്സൊക്കെ ഇട്ട് പോകാറുണ്ട്, അല്ലേ? ഷൂസൊക്കെ അതിങ്ങനെ അല്പം നനഞ്ഞൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ തന്നെയും വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറില്ലേ? ഫൗൾ സ്മെല്ല്. അപ്പോൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഇതേപോലെ വിരലിൻ്റെ ഇടയൊക്കെ തുടച്ച് കൊടുത്തിട്ട്, കുട്ടികൾക്കൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം, മുതിർന്നവരാണ് സ്വയം ചെയ്യുക. തുടച്ചിട്ട് ഇത് അല്പം എടുത്ത് പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നല്ല സ്മൂത്താകും, സ്കിന്ന് സോഫ്റ്റ് ആകും, ബാഡ് സ്മെല്ലൊക്കെ പോകാൻ സഹായിക്കും, ചൊറിച്ചിൽ ഇച്ചിങ് ഒക്കെ മാറാൻ സഹായിക്കും. അപ്പോൾ ചെറിയ വിലയിൽ പലവിധ ഉപയോഗങ്ങളുള്ള ഈ ക്രീം ഒരെണ്ണം സ്വന്തമാക്കൂ എത്രയും പെട്ടെന്ന്. അതുപോലെ തന്നെ പെയിൻ ബാമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ അല്ലേ, ജോയിൻ്റ് പെയിനൊക്കെ കൂടുന്ന സമയമാണ്. നമ്മൾ കുഴമ്പൊക്കെ പുരട്ടിയിട്ട് ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ജോലി ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ പെയിൻ എടുക്കും, അല്ലേ? ആ പെയിനൊക്കെ പോകാനായിട്ട് നമുക്ക് ഓഫീസിലിരിക്കുമ്പോൾ പോലും ഇത് യൂസ് ചെയ്യാം. ഒരെണ്ണം ബാഗിൽ തേച്ചാൽ മതി കേട്ടോ. കുഴമ്പ് ഒക്കെ പണ്ടൊക്കെ വയസ്സായവർ കുഴമ്പൊക്കെ തേച്ച് കുളിക്കും, അല്ലേ? ഇപ്പോൾ നമുക്ക് ഈ കുഴമ്പിൻ്റെ സ്മെല്ലൊന്നും പിടിക്കില്ലല്ലോ. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കുഴമ്പിനെ മാറ്റിവെക്കാം, ക്രീം എടുത്ത് അങ്ങ് പുരട്ടാം. നല്ല ഫ്രാഗ്രൻസ് കിട്ടും, ആശ്വാസം കിട്ടും, വേദന മാറും, ചൊറിച്ചിൽ മാറും. അപ്പോൾ വേദനയ്ക്കുള്ള ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ചൊറിച്ചിൽ പോകാൻ നല്ലതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരെണ്ണം വാങ്ങുകയല്ലേ? എങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ ഹണി വാക്സ് ക്രീം. ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ, ഒരെണ്ണം സ്വന്തമാക്കൂ, ഉപയോഗിച്ച് ഗുണമറിയൂ, ഉപയോഗിച്ച് തന്നെ ഗുണമറിയണം. ഓക്കേ.